അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഓപ്പർച്യൂണിറ്റി, അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ടൈം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈ സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ചുറ്റുമുള്ള ലോകം അസ്വസ്ഥതയോടുകൂടി നാളെ എന്നുള്ളൊരു പ്രഭാതം എങ്ങനെ കടന്നു പോകുമെന്ന് ചിന്തിച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉണ്ടോ ഇല്ലയോ? വരുമാന മാർഗം, ജീവിതത്തിൻ്റെ ആരോഗ്യാവസ്ഥ, ഓരോ തരത്തിലുമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നട്ടം തിരിയുന്ന ഒരു സന്നിഗ്ധാവസ്ഥ, അത്തരം ഒരു കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ നിമിഷത്തെ കടന്നു പോകാൻ കഴിയുന്നുവെങ്കിൽ ആ ഒരു സ്മരണ നമുക്കുണ്ടാവണം. ഇന്ന് ഈ സ്ഥാപനത്തിൽ കിട്ടിയ ഈ അവസരം, ഈ സ്ഥാപനത്തിൽ ഒരു കുടുംബാംഗമായി മാറാൻ കിട്ടുന്ന അവസരം, അണ്ടർസ്റ്റാൻഡ് ദി വാല്യൂ ഓഫ് ടൈം, അറ്റ് ദ സെയിം ടൈം അണ്ടർസ്റ്റാൻഡ് ദി വാല്യൂ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു അവസരം കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾ പറയും, ഏതൊരു വ്യക്തിക്കും, അതെത്ര സാധാരണക്കാരോ അസാധാരണക്കാരോ ആവട്ടെ, ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവണം, ജീവിതത്തിൽ മുന്നേറണം, വളരണം, നേട്ടങ്ങൾ കൊയ്യണമെന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവസരങ്ങൾ കിട്ടിയാൽ അവർ അവസരത്തിന് ഉയരും. നിങ്ങൾ എത്ര പേര് എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ നിങ്ങൾ എത്ര കാലമായി എന്നുള്ളതിനേക്കാളേറെ ആ ജോലിയിൽ പ്രവേശിച്ച് ആ നിമിഷം മുതൽ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ നിമിഷം വരെ ഏൽപ്പിക്കപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ അവസരത്തിന് ഉയർന്ന് പ്രവർത്തിക്കാൻ, ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് കയറി നിന്ന് പ്രവർത്തിക്കാൻ, സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കാൻ, ഏറ്റവും മികച്ചതായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഉത്തരം പറയണ്ട. ആ അവസരത്തിന് ഉയർന്ന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ മനസാക്ഷിക്ക് മുന്നിലെങ്കിലും നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടോ ഇല്ലയോ? യെസ്. ഈ ചിന്ത നമുക്ക് മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവട്ടെ. ചില ആളുകൾ ചില ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നത് 6 മാസം എങ്ങനെയായാലും ഒന്ന് തള്ളി എന്ന് വിട്ടാൽ മതി. 6 മാസം തള്ളി വിടാൻ അപ്പോൾ ഈ ക്വാളിറ്റി വല്ലതും നോക്കാൻ പറ്റുമോ? എങ്ങനെയായാലും തള്ളിവിട്ടാൽ 6 മാസം കഴിയാൻ, എങ്ങനെയായാലും തള്ളിവിടുന്ന ഈ 6 മാസത്തിൻ്റെ ക്വാളിറ്റി ഒന്നും വലിയ ഉറപ്പുവരുത്താൻ പറ്റുന്ന വരില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്താൻ പറ്റും, ഈ 6 മാസവും ക്വാളിറ്റിയോട് കൂടിയാണ് എൻ്റെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. ഈ 6 മാസം എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റികളിൽ ഞാൻ എൻ്റെ സത്യസന്ധത പുലർത്തിയിട്ടില്ലെങ്കിൽ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ, 6 മാസം കഴിഞ്ഞ് കിട്ടുന്ന എൻ്റെ ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് ശോഭിക്കാൻ പറ്റാനുള്ള സാധ്യത ഉണ്ടോ? അവിടെ ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? മേ ബി പോസിബിൾ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാവണം നമ്മുടെ ക്വാളിറ്റി നമ്മളിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള പരിശ്രമങ്ങളൊക്കെയും. സ്ഥാപനത്തിന് വേണ്ടി നമ്മളൊരു ക്വാളിറ്റിയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ട, വിഫലമായി പോകും ശ്രമം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എക്സ്ക്യൂസ് വരും. ഓരോ തുള്ളിയും അത് ചാലുകളായി മാറുമ്പോൾ, ആ ചാലുകൾ അരുവികളായി മാറുമ്പോൾ, അരുവികൾ അത് നദികളായി മാറുമ്പോൾ, അത് പുഴകളായി മാറുമ്പോൾ, അത് ചെന്ന് ചേരുന്ന കടലിൽ ഓരോ തുള്ളിക്കും അതിൻ്റെ റോളുണ്ട്. ഓരോ തുള്ളിക്കും അതിൻ്റെ റോളുണ്ട്. ഒരു തുള്ളിക്കൊരു സമുദ്രമായി മാറാൻ കഴിയില്ല, പക്ഷേ സമുദ്രമായി മാറുന്ന ജലസമുദ്രത്തിൻ്റെ ആ ജലക്കണികളിൽ ഓരോ തുള്ളിക്കും അതിൻ്റെ റോളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ക്ലിയറാണോ? എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ അതിൻ്റെ മികവ് പുലർത്തുമ്പോഴാണ് ഈ സ്ഥാപനത്തിന് ഒരു മികവിൻ്റെ കേന്ദ്രമായി മാറുന്നത് എങ്കിൽ ആ മികവുള്ള കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന നമുക്കൊരു ഒരു അഭിമാനമാണോ അല്ലയോ? ആണോ അല്ലയോ? യെസ്. നമ്മുടെ സ്ഥാപനത്തിൽ ഏറ്റവും മികവിൻ്റെ ഒരു പര്യായമായി നമ്മുടെ സ്ഥാപനം മാറുമ്പോൾ അങ്ങനെ ഒരു ഏറ്റവും മികവുള്ളൊരു കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു അഭിമാനം നമ്മൾ സൊസൈറ്റിയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെ നമുക്ക് ആ പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ? പറ്റുമല്ലോ? യെസ് ഓർ നോ? യെസ്, പറ്റും. ഇന്ന് ചിന്തിക്കാൻ പറ്റണം.